പക്ഷെ എന്തൊരു കഷ്ടാന്നാലോചിക്ക് ഒരൊറ്റ എണ്ണത്തിന് കിട്ടുന്നില്ല. ഒരാൾ വരുന്നുണ്ട്. പേപ്പേഴ്സ് ചെക്ക് ചെയ്ത എവിടെ പോണേ? ഒന്ന് അപ്പുറത്തൊരു കട വരുന്നത്. വണ്ടി ഇൻഡിക്കേറ്റർ ഒക്കെ വണ്ടി പുതിയ വണ്ടി. പുതിയ വണ്ടി. ആ പുതിയതായിട്ട് എടുത്താണോ അത് സെക്കൻഡ് എടുത്തോ? അല്ല പുതിയ വണ്ടിയാ സാർ. സാർ ഇതെല്ലാം ഓക്കെയാണ്. രജിസ്ട്രേഷൻ പേപ്പേഴ്സ് ഒക്കെ ഓക്കെയാണോ? ഓക്കെയാണ് സാർ. പോട്ടെ. ശരി പോയി ഒന്നിച്ചു പോണം കേട്ടോ. ഇത് എന്താണത്? ഒരാളെ കിട്ടുന്നില്ലല്ലോ. സാറേ ഒരാൾ വരുന്നുണ്ട്. അവൻ പോയി സാറേ. അവൻ പോയ പോക്ക് നോക്കിയേ. അവനെ ഏതാ മരമില്ല് ജോലി ചെയ്യണവനാന്നുണ്ട്. തലയിലൊക്കെ അറക്കപ്പൊടി ഇരിക്കുന്നുണ്ട്. അത് അറക്കപ്പൊടിയല്ല സാറേ, മുടി കളർ ചെയ്താണ്. അതെ അത് ശരി. ആൾക്കാരൊക്കെ ഇങ്ങനെയാ, നമ്മളെന്ത് ചെയ്യും സാറേ? ഈ ക്യാമറ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേ അതെ അതാണ് ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി, സൂക്ഷിക്കാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു കാരണം വേണ്ട. ഇൻഡിക്കേറ്റർ വരെ കറക്റ്റ് ആയി ചെറുപ്പക്കാരെ ഓടിക്കുന്നേ ഇപ്പൊ. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അതിന് സ്റ്റെപ്പിനില്ലല്ലോ. ആ വരവിൽ എന്തോ ഒരു പന്ത് കണ്ടല്ലോ സാറേ. എന്താ ലൈസൻസ് ഇല്ലാത്ത ആളാന്ന് ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് വന്ന് സാറിന് എടുത്തേ. വണ്ടി ഓക്കെ വണ്ടി ഓക്കെ. ഞാൻ എന്താ ഞങ്ങളെ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിച്ചു പോയത്? അല്ല സാർ, വീട് എവിടെയാണോ? അല്ല പേടിച്ചിട്ട് മാറി. അതെന്താ മനസ്സിലായി? ലൈസൻസ് ഇല്ലേ? ലൈസൻസ് ഒക്കെ ഉണ്ട് സാർ. പേപ്പേഴ്സ് ഒക്കെ എന്തെങ്കിലും കറക്റ്റ് ആണല്ലോ? കറക്റ്റ് സാർ. പിന്നെ എന്തിനാ താൻ മേടിക്കണേ? അല്ല സാർ, കുട്ടിക്കാലത്തെ അമ്മ എപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കുകയും പോലീസ് വരും അങ്ങനെ പേടി തുടങ്ങി. ആ പേടിയിൽ നടക്കെപ്പോഴും. വയസ്സ് 38. എവിടെ പോണപ്പോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ സാർ. ഭാര്യയും മോനും വരുന്നത് അവരെ കൂട്ടാൻ വേണ്ടി പോവാ. ആ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചു നോക്കി. ഹെൽമെറ്റിന്റെ മുകളിൽ മാറ്റി. മാറ്റി. ഇല്ലാണ്ടോ? എല്ലാം ഉണ്ട് സാർ. ലൈസൻസ് എല്ലാം കറക്റ്റ് ആണോ? അല്ല ഓക്കെയാണ് സാർ. എല്ലാം പുക പരിശോധനയുടെ പുക ഞാൻ വലിക്കല്ലേ സാർ? ഞാൻ വലിക്കല്ല. അത് മറ്റേ പൊല്യൂഷൻ ഇതിന്റെ ഒക്കെ ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഓക്കെയാണ് സാർ. ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ് ഇപ്പൊ. എല്ലാം ഓക്കെയാണ്. താൻ ഇപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭാര്യനെ കൊണ്ടുവരാനല്ലേ പോണേ? അതെ സാർ. എന്നിട്ട് ഇതിലല്ലേ പോവാ? അതിലേ വരും. ആ എന്നാ പോക്കോ. അല്ല സാർ, അല്ല അത് അപ്പൊ പറയാം. അതപ്പോ ഭാര്യക്കുള്ള ഹെൽമെറ്റ് പിടിക്കണം. ഭാര്യന്റെ ഹെൽമെറ്റ് ഉടനെ സാർ. ഈ കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് 2.5 വയസ്സോ. ആ അതിന്റെ ബെൽറ്റ് ഇല്ലല്ലോ? ബെൽറ്റ് ഉണ്ട് സാർ, ബെൽറ്റ് ഉണ്ട്. വിട്ടാ വിട് വിട് വിട്. അതതിൽ വെക്കാൻ വലിയ തലയിൽ വെക്കേണ്ട സാധനം. പേപ്പർ. പേപ്പർ ഓക്കെ. സോറി. ഇൻഡിക്കേറ്റർ കറക്റ്റ് അല്ലേ? സാറേ മുട്ടായി ഉണ്ടാവും. മിഠായിയോ? ഞങ്ങൾക്ക് എന്താ പീടിക കച്ചവട? അല്ല, ഈ കൃത്യ നിയമം പാലിക്കുന്ന ആളുകൾക്ക് RTO വകുപ്പ് മുട്ടായി കൊടുക്കേണ്ടത് പത്രത്തിൽ വായിച്ചു. മോനുള്ളോണ്ടേ മുട്ടായി കിട്ടിയ മോന് കൊടുക്കാൻ. എന്തയാൾ കളിച്ചത്? ഇയാള് പേടി അഭിനയിച്ചിട്ട് നമ്മളെ കൊതിപ്പിക്കുകയാണോ? ഈ പൊരിവേൽ എന്തൊരു നാരങ്ങ വെള്ളം വരെ കിട്ടാനില്ല, പിന്നെ മുട്ടായി കൊണ്ട്. Fica manik. Patau. Fica manik. Patau.
ഞാനിവിടെ എന്തായിരുന്നു? അവിടെ വെറുതെ താൻ അവിടെ വെറുതെ നിക്കല്ലോ. എന്തേ താൻ ഈ മൊബൈലിന്റെ ഫോട്ടോ എടുത്തില്ലേ? ഞാൻ ഫോട്ടോ എടുക്കുക എന്തിന്? താൻ ഫോട്ടോ ആണോ വീഡിയോ ആണോ എടുത്തേന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ നിങ്ങോട്ട് വന്നപ്പോ ഞാൻ കണ്ടതാ. ഞാൻ എന്തിനാ നിങ്ങളുടെ ഫോട്ടോ എടുക്കണം? നിങ്ങളാരെ സിനിമ നടിയാ? ഞാൻ സിനിമ നടിയാണോ അല്ലെന്ന് അറിയാം. എന്റെ ഫോട്ടോ എടുക്കാങ്കിലേ തന്റെ ഫോട്ടോ ഞാൻ എടുക്കും. വെറുതെ തമാശ കളിക്കില്ല. എന്തിനാ എന്റെ ഫോട്ടോ എടുക്കണം? എന്ത് തമാശ കളിക്കില്ലേന്ന്? ആ വീഡിയോ മര്യാദ ഡിലീറ്റ് ചെയ്തോ? ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പെങ്ങളെ. കൊണ്ണി കൊണ്ട് പെണ്ണുങ്ങളും ഫോട്ടോ എടുത്തിട്ട് നിന്ന് പ്രസംഗിക്കണതായി. വെറുതെ ഇല്ലാത്ത വിളിച്ചു പറയുന്നത്. ഇല്ലാത്തൊന്നല്ല, മര്യാദ അത് ഡിലീറ്റ് ചെയ്തോ? വെറുതെ എന്റെ വേഷം കെട്ടെടുക്കരുത്. ഞാൻ എടുത്തില്ല പറഞ്ഞില്ലേ? ആരെങ്കിലും ഒന്ന് വരണേ. എന്താ ഇയാൾ എന്റെ വീഡിയോ ഫോട്ടോ എന്തൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇങ്ങോട്ട് വരുമ്പോ ഇയാൾ ഇവിടെ എടുക്കായിരുന്നു ഫോട്ടോ. പിടിയറായാളാ എന്റെ പിന്നെ എന്തിനോട്ടോടാ അവൻ? സാറേ നമ്മളെ നേരത്തെ കക്ഷി വരുന്നുണ്ട്. നേരത്തെ കക്ഷിയില്ല സാറിന്റെ അറക്കപ്പൊടിക്കാരെ. നിർത്തട സാറേ പോയി സാറേ. സാർ നമസ്കാരം. നമസ്കാരം. സാർ അതെ. അല്ല ഞങ്ങള് കൈ കാണിച്ചില്ലല്ലോ, പോയിക്കോ. അല്ല അതല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായിരുന്നു? ഒരാള് വഴിയിൽ നിന്ന് എന്റെ ഫോട്ടോയോ വീഡിയോ എന്തൊക്കെ എടുത്ത് ഈ പട്ടാപകലോ? ആ എന്നിട്ട് അയാളെ പിടിക്കാൻ ഓടിച്ചിട്ടപ്പോഴത്തേക്കും അയാൾ ഓടിക്കളഞ്ഞ്. ആ വീഡിയോ അയാളുടെ ഫോണിലാണുള്ളത്. അല്ല അങ്ങനെ വന്ന് പറഞ്ഞ് ഞങ്ങക്ക് എന്തേലും നേരെ എവിടെച്ചില്ല, നമ്മളങ്ങനെ അറിവ് പുറകെന്ന് വെച്ചാ പോവാ. സാറേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ അയാളുടെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തിട്ടുണ്ടാ? ആ ആൾക്കാരൊക്കെ കൂടി അയാളെ പിടിക്കാൻ ഓടിച്ചിട്ട് കൊറേ ഓടി ഇങ്ങനെ പോണുണ്ട്. പക്ഷെ ആരും പിന്നെ തിരിച്ചൊന്നും വന്നില്ല. എന്തായെന്ന് അറിയില്ല. ഫോട്ടോ എടുക്ക്. ഇയാളാണ്. ഇത് സൂതൻ സാറല്ലേ? ഇത് വെഹിക്കിൾ ഇൻസ്പെക്ടർ സൂതൻ സാറാണിത്. അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ അത്. സാർ നല്ലോണം ഒന്ന് നോക്കി. ഇയാൾ അവിടെ കള്ളിമുണ്ടൊക്കെ കൊടുത്ത് ആ പോസ്റ്റിന്റെ അവിടെ ഒരുമാതിരി വെടക്ക് മുഖത്തോടുകൂടി നിക്കണായിരുന്നു അവിടെ. ഇത് സൂതൻ സാറാണെന്നേ. നിങ്ങൾ നിർത്താൻ പോകുന്നിട്ട് സാറ് നിർത്താതെ പോന്നല്ല. ആൾക്കാരൊക്കെ കൂടി എന്തെങ്കിലും ചെയ്ത പുള്ളിനെ ആളുകളൊക്കെ കൂടി അയാളുടെ പുറകെ ഓടി. ഒരു കഷ്ടം ആലോചിച്ച് നോക്കിയ നിങ്ങള്. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? അല്ല സാർ, ഈ ബ്യൂട്ടി പാർലറിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും എന്റെ വീടെത്തും. അപ്പൊ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ എന്നാ കുഴപ്പമില്ല, പോയിക്കോ പോയിക്കോ പോയിക്കോ. അപ്പൊ അത് വീട്ടിലേക്ക് നോട്ടീസ് വീട്ടിലേക്ക് എത്തിക്കോളൂ കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ കൃത്യനിർവഹണം നിങ്ങൾ തടഞ്ഞു. സാറപ്പൊ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഹെൽമെറ്റ് തലയിൽ വെക്കാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ പോയിക്കോ. വരുമ്പോ ഫൈൻ അടിച്ചാൽ മതി. മനുഷ്യർക്കായിട്ട് എത്ര കേസ് പിടിച്ചു? അല്ല സാർ, ആളുകള് കുറെ കൂടിയൊക്കെ നിയമം കൃത്യമായിട്ട് പാലിച്ചു പോകുന്നൊരു അവസ്ഥയാണല്ലോ ഇപ്പൊ. ഞങ്ങളൊരു 1.5-2 മണിക്കൂറോളം ഉള്ളിൽ നിന്നു അല്ലേ? 3 മണിക്കൂറോളം ഒരു 7-8 പേരെ കിട്ടിയുള്ളൂ. നാളെ ഉള്ള തനിക്കൊക്കെ നാളല്ലേ? ഈ യൂണിഫോം അടിച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ നോക്ക്. മാസം ശമ്പളം എണ്ണി വാങ്ങണ്ടല്ലോ, 4 ശമ്പളം. അതിന് ഉളുപ്പില്ലേ? നിങ്ങളുടെ ചോറിനോടൊക്കെ ഒരല്പം കൂറ് കാണിക്കടോ, കൂറ്. സാറേ നമ്മള് ശ്രമിക്കാണ്ടല്ലോ. കുറെ സംസാരിക്കരുത്. 9 കേസ് പിടിച്ചു പോലും പറയാൻ നാണല്ലോ നിങ്ങൾക്കൊക്കെ. നിങ്ങളെ പോലെ ഒരു ഉദ്യോഗസ്ഥനാണ് എനിക്കത് സുഗതൻ.
എത്ര കേസ് പിടിച്ചത് പറഞ്ഞു കൊടുക്കും സുധാ? ഞാനൊരു 1.5 മണിക്കൂർ നിന്നിട്ടൊരു 45 പേർക്ക് പറ്റി കൊടുത്തു സാർ. എങ്ങനെയായിരുന്നു ഇവിടെ നമുക്ക് മുഖത്തോക്കടോ. അപ്പൊ ഇത് നടക്കാത്ത കാര്യമല്ല, അതിനു വേണ്ടി പരിശ്രമിക്കണം. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നേരെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് അങ്ങോട്ട് അയക്കണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താ ചെയ്യണമെന്ന് അറിയാലോ. ഇറക്കി നിർത്തും ഒരു വെയിലത്ത് യൂണിഫോം ഇല്ലാതെ. 500 കേസെങ്കിലും പിടിക്കാതെ വിടില്ല. അതൊക്കെ ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. നിൽക്കാണ് എങ്ങനെയാണ് കേസ് പിടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക ഈ സാറന്മാർക്ക്. അതായത് നമ്മൾ ഈ പൊതുസ്ഥലത്ത് ജനങ്ങളൊക്കെ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കാണിച്ചാൽ ഇങ്ങനെ ഞെളിഞ്ഞു നിർന്ന ജനങ്ങൾ നമ്മളവിടെ നിൽക്കേണ്ടതെന്ന് കരുതിയിട്ട് ഒരാളെ വഴിക്ക് വരില്ല. നമ്മൾ ഉള്ളുവഴിക്ക് ഇങ്ങനെ മാത്രം പതുങ്ങി നിന്നിട്ട് ഇവര് അപ്പൊ പോലീസില്ലാന്ന് കരുതിയിട്ട് ഹെൽമറ്റൊന്നും വെക്കാണ്ട് വരുമ്പോ ചാടി വീണ് പിടിക്കണം. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പിടിച്ച് നമ്മള് പറ്റി കൊടുക്കണം സാർ. കേട്ടോ, എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് മനസ്സിലായോ? അടുത്ത പ്രാവശ്യം പരിശോധനയ്ക്ക് പോകുമ്പോൾ സുഭദ്രൻ കൂടെ അവരുടെ കൂടെ പോകും. പിന്നെ ഈ ആള് കൂടുന്ന സ്ഥലത്തൊക്കെ പോയി പിടിക്കണം. വല്ല കല്യാണം നടക്കുന്നിടത്തോ അല്ലെങ്കിൽ ഉത്സവം നടക്കുന്നിടത്തോ അങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോകും. ആള് കൂടുന്നിടത്തോട്ട് പോകണം. ഞാനങ്ങനെ ചെയ്തു സാർ. എന്റെ കുടുംബത്തിലൊരു കല്യാണത്തിന് പോയി ഞാൻ. അപ്പൊ അവിടെ ഈ കല്യാണത്തിന് കുടുംബക്കാര് വരുമ്പോ ഈ കാറിലെ സീറ്റ് ബെൽറ്റ് ഇടാതെ ഹെൽമെറ്റ് വെക്കാതൊക്കെയാണ് കുടുംബത്തിൽ കല്യാണത്തിന് വരികയാണല്ലോ. ഞാൻ ഒരാളെ വിട്ടില്ല, ഞാൻ എല്ലാവർക്കും പറ്റി കൊടുത്തു സാർ. അങ്ങനെ ജോലി ചെയ്യണം. ബന്ധവും സ്വന്തവും അവിടെ നോക്കരുത്. അല്ലാതെ പറഞ്ഞ അളിയനെയും അച്ഛമ്മയൊക്കെ നോക്കിയിട്ട് അവർ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടരുത്. എല്ലാവർക്കും കൊടുക്കണം പണി. ഇവിടെ ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കഴിഞ്ഞോ പുലിയെ പോലെ ആവണം, പതുങ്ങി നിൽക്കണം. എന്നിട്ട് ഇര വരുമ്പോ ചാടി കൊരവിളിയിലേക്ക് പിടിക്കണം. പിടിച്ചിട്ട് കടിച്ച് രക്തം ഊറ്റിയെടുക്കണം. ഊറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞതൊരു 5000 രൂപയെങ്കിലും പെറ്റി എഴുതി കൊടുക്കണം. മാസം 500 കേസെങ്കിലും പിടിച്ചോളണം. പറഞ്ഞാട്ടോ, മനസ്സിലായോ? മനസ്സിലായി. ചേട്ടാ, ഇതല്ലോ മധുരമില്ല സാധനം. എടാ കുറച്ച് സാധനങ്ങൾ എഴുതിക്കോ. പഴം, ഉള്ളി, കിഴങ്ങ്. എത്ര എടുക്കണ്ടേ? എല്ലാം ഓരോ കിലോ വെച്ചെടുത്തു. എന്താണ്, എന്ത് പറ്റി? അതെ, ഈ എക്കിളൊക്കെ സൂക്ഷിക്കണട്ടാ. എന്നാലും നമ്മുടെ ആ കുന്നത്തെ വേലായുധന ആശുപത്രിക്ക് ഇതേപോലെ എക്കിള് വന്നിട്ട് കൊണ്ടുപോകുമ്പോ ആശുപത്രിയിലേക്ക് എത്തിയില്ല, വഴിയിൽ വെച്ച് മരിച്ചു ആള്. ആ ബുദ്ധിമുട്ടുണ്ടാ? പോണ ആശുപത്രി പോണ അപ്പോഴേതൊന്നും തിന്നണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കാണുന്നില്ലേ? കുഴപ്പമുണ്ടൊക്കെ പോവാട്ടാ. പോണേ പോണോ? ഇതിൽ പോവാൻ വയ്ക്കോ? അത് ഓട്ടോ വിളിക്കണ? വേണ്ട പിടിച്ചേ. അവിടെ കുഴപ്പമില്ല. ഈ മന്മഥൻ സാറ് കഴിഞ്ഞ തവണ വേണ്ട രീതിയിലൊക്കെ നമ്മൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അതിന് കൃത്യമായിട്ട് കാരണമുണ്ട്. സുഗതൻ കംപ്ലീറ്റ് അച്ചീവ് ചെയ്ത് പറഞ്ഞ അയാളുടെ ടാർഗറ്റ് ഒക്കെ. അതെങ്ങനെ അച്ചീവ് ചെയ്തെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്താൽ മതി, വരുന്ന വണ്ടികളൊക്കെ ഷൂട്ട് ചെയ്യാ. അത് മതി, കൈ കാണിക്കണ്ട. ബാക്കി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഓക്കെ സാറേ. കേട്ടോ? ശരി. ഇതൊക്കെ ഷൂട്ട് ചെയ്തോട്ടാ, ഷൂട്ട് ചെയ്തേ കേട്ടോ. അതെ വരണം, ഓരോരോ വരണ്ട്. ആ ഷൂട്ട് ചെയ്താ മതി. പേപ്പറിലുണ്ട്. അവിടെ പേപ്പറിലുണ്ട്. ഇല്ല കുഴപ്പമില്ല, നമുക്ക് പോവാം. കൈ കാണിച്ചില്ല, രക്ഷപ്പെട്ട്. സാറേ, സാറേ ഇതൊന്നും
സാറേ എനിക്ക് 20,000 രൂപയാണ് ഫൈൻ എഴുതിയിട്ടുള്ളത്. എന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. നിങ്ങൾ സത്യശീലല്ലേ? കൈ കാണിച്ചിട്ട് വണ്ടി എടുത്താ പോയല്ലേ? കൈ കാണിച്ചല്ലേ സാറേ? ചെയ്യണ്ട. ഇതേ പിഴ അടയ്ക്കണം കേട്ടോ, 20,000 അടയ്ക്കണം സാറേ. ആ ലൈസൻസ് കട്ടാവുകയും ചെയ്യും കേട്ടോ. സാറേ അങ്ങനെ പറയരുത് സാറേ. ഞാൻ ഈ രാഘവേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പൊ ആ സമയത്ത് സാറുമാര് നിൽക്കണ കണ്ടു, പക്ഷെ കൈ കാണിച്ചില്ല. കൈ കാണിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ നിർത്തുമല്ലോ. അപ്പൊ അന്ന് ഇനി ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ പിഴ അടയ്ക്കുക, ആ ലൈസൻസ് കട്ടാവും. ഒരു 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അതായത് ഇത് അടച്ചാൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സാറേ അത്രയും പൈസ ഒന്നും എന്റെ കയ്യിൽ അടയ്ക്കാൻ ഉണ്ടാവില്ല. അതെ, ഞാനൊരു സാധാരണ പണിക്കാരനാണ് സാറേ. എത്ര ദിവസം പണിക്ക് പോയി കഴിഞ്ഞാലാണ് എനിക്ക് അത് അടയ്ക്കാൻ പറ്റുക? അയ്യാ, നിങ്ങൾ ഈ പരാധീനത ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അല്ല. പിന്നെ മാത്രല്ല സാറേ, ഞങ്ങൾ രണ്ടുപേരും ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായി. രണ്ടുപേരും ഹെൽമെറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. പേപ്പേഴ്സ് എല്ലാം റെഡിയാണ് ഞങ്ങളുടെ കയ്യിൽ. ഇതൊക്കെ റെഡിയാണെങ്കിൽ പിന്നെ എന്തിനാ നിർത്താണ്ട പോയത്? സാറേ നിർത്താൻ കൈ കാണിക്കണ്ടേ? കൈ നിർത്താൻ പറഞ്ഞില്ല. അല്ല 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 നിങ്ങള് കൈ കാണിച്ച് നിർത്താത്തതിന്റെ ആണ് ഇപ്പൊ ഈ ഇത് വന്നിട്ടുള്ളത്. സാറേ അങ്ങനെയാണെങ്കിൽ ആ 20,000 എന്നുള്ളത് ഒന്ന് കുറച്ച് തരാൻ പറ്റും സാറേ? എന്താ നിങ്ങൾ ഈ പലചരക്ക് കച്ചവടത്തിന് വന്നിട്ട് കറി കുറച്ച് ചോദിക്കണത്? ഇത് നിയമല്ലേ? പൈസ ഇല്ലാണ്ടാണ്. ഞങ്ങൾ എന്ത് ചെയ്യാ? അതിന് ഓരോന്നിനും ഓരോ നിയമത്തിനും ഓരോ ചാർജ് ഉണ്ട്. കുറച്ച് ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞു, ഇനി മാറ്റാൻ പറ്റില്ല. അത് കെട്ടിക്കോളും. ഇല്ലെങ്കിൽ പിന്നെ എന്താ വിധി വരാമെന്നും പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അത് കെട്ടിയിട്ട് പോവാൻ നോക്ക്. സാറേ അല്ല, നിങ്ങളിപ്പോ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന്? സ്കൂട്ടറിലല്ല, സ്കൂട്ടറിൽ നമ്മൾ അങ്ങോട്ട് പോയതല്ലേ. അങ്ങോട്ട് നടന്നിട്ടാണ് സാറേ വന്നത്. ലൈസൻസ് ഇല്ലാതെ അങ്ങോട്ട് വണ്ടി പിടിച്ചു പിന്നെ അതിന് വേറെ ഫൈൻ അടക്കേണ്ടി വരും. സാറേ സത്യത്തിൽ അവര് വണ്ടിയിൽ വരുമ്പോ നിങ്ങൾ കൈ കാണിച്ചിരുന്ന? ഇല്ല. എനിക്ക് തോന്നിയത് സാറിപ്പോ ഈ 10,400 അങ്ങനെ എത്തിക്കേണ്ടതെന്ന് പറയണ്ട. അതിപ്പോ എങ്ങനെയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിതൊന്നും ഇതുവരെ ചെയ്തിരുന്നില്ല. ആളുകൾ പ്രബുദ്ധരായിട്ടുള്ള ആളുകളായി മാറിക്കഴിഞ്ഞു 99%. പക്ഷെ നിയമം കിടക്കുന്നത് ഇപ്പോഴും പഴയ ആ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ള രീതിയിലാ. ഇത് എവിടുന്ന് എത്തിക്കും? ആളുകൾ എന്തെങ്കിലും തെറ്റിയതല്ലേ സാറേ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അതല്ല, എല്ലായിടത്തും ഈ ക്യാമറ ഒക്കെ വെച്ചോണ്ടേ ഹെൽമെറ്റ് വെച്ചിട്ട് പേപ്പറൊക്കെ റെഡി ആയിട്ടാ പോകുന്നത്. നമ്മുടെ ഇപ്പൊ ആവശ്യം എന്താണെന്നറിയോ? ഈ ശമ്പളം മേടിക്കണമെങ്കിൽ ഈ ടാർഗറ്റ് എത്തിക്കണം എന്നുള്ളതാ. ഇപ്പൊ അതിലാ നമ്മൾ ഉരുങ്ങി കിടക്കണേ. നമുക്കും ജീവിക്കണ്ടേ? അപ്പൊ ജനങ്ങളുടെ വിഷമൊന്നും നമ്മൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല. പറ്റണ പോലെ അങ്ങോട്ട് ചെയ്യാം. അതെ, AKPP ജില്ലാ സമ്മേളനം ശക്തിപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ചുമതലയാണത്. കഴിഞ്ഞ വർഷം മോശമായി പിന്നെ ആളില്ലാന്നാ മണ്ടത്തരം പറയണോ? അതിനാണല്ലോ അതിഥി തൊഴിലാളികൾ. പൈസ കൊടുത്താൽ മതി, നന്നായിട്ട് ജാഥ വിളിക്കും. എന്നോട് സത്യം പറയാതെ ഞാനൊരു അതിഥി തൊഴിലാളിയാണ്. എന്റെ അച്ഛനും അമ്മയും അതിഥിയാണ്. അന്നിപ്പോ പുറത്താരോടും പറയാൻ നിൽക്കണ്ട. നമ്മളെ ജില്ലാ സമ്മേളനം ഇത്തവണ എന്റെ സ്വപ്നമാണ്. തകർക്കണം, ഞെട്ടണം, ഗംഭീരാക്കണം. ഇപ്പൊ ഞാൻ ഒന്നും വിളിക്കാൻ നിൽക്കില്ല. ശരി, കട്ട് ചെയ്തോ. നമസ്കാരം. അതെ, എന്താ ഒന്നും പറഞ്ഞില്ല നേതാ? ഇത്തരം കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ്? അല്ല നേതാവേ, ഇതിപ്പോ 20,000 ഉറുപ്പിയാണ് അവര് ഫൈനിട്ട് തന്നിട്ടുള്ളത്. അവര് വണ്ടിക്ക് കൈ കാണിച്ചു, എന്നിട്ട് ഞങ്ങൾ നിർത്താതെ പോയിന്ന് പറയണേ. അവര് കൈ കാണിച്ചിട്ടില്ല. മാത്രല്ല ഈ 20,000 ഉറുപ്പ്യ ഫൈനും പിന്നെ എന്റെ ലൈസൻസും അവര് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്? റോഡ് അപകടം കൂടുന്ന സമയം എത്ര അപകടങ്ങളാണ്. അതുകൊണ്ടാണ് വാഹന പരിശോധന കർശനാക്കുന്നത്. ഞാൻ രാഘവേട്ടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാറുന്നു വയ്യാതായിട്ട്. എന്താ ഇനിയൊക്കെ? എനിക്ക് ഒരു എക്കള വന്നു, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ പോലെ ആയി എക്കള വന്ന്. അന്നേരം ഈ സത്യനാടി ഉണ്ടായിന്. അയാൾ വേഗം എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മൊത്തത്തിൽ പ്രശ്നം ഉണ്ടായിട്ടാ? വെറുതെ ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് അതിനല്ലേ ഫൈനായതിപ്പോ? പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിനോ? സത്യനൊരു കാര്യം ചെയ്യും, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്ക്. അല്ല നേതാവ് എങ്ങനെയാലും ഒന്ന് വിളിച്ചു പറയുന്നെങ്കിലും ചെയ്യുകയാണെങ്കിലും ഒന്ന് കുറയ്ക്കൂലേ? പറയുന്നതിന് ഒരു ഉളുപ്പൊന്നുമില്ല അല്ലേ? ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ സത്യ? ആയിക്കോട്ടെ ഞാൻ നോക്കാം. നമ്മൾ നിയമങ്ങളൊക്കെ കർശനല്ലേ, അത് പരിപാലിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ചുമതലയല്ലേ സത്യ? അതെ അല്ലേ രാഘോട്ടാ? അല്ലേ? പക്ഷെ ഇത് കുറച്ച് അക്രമമായി പോയി, അത് പറയാണ്. പരാതി കൊടുത്താൽ മതി, അപ്പം വരുമല്ലോ. ആയിക്കോട്ടെ. ഞാനിവിടെ ഉണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയില്ല. എന്ത് ടീമാണ്! നിയമം എഴുതി വെച്ചിരിക്കുന്നത് അത് പാലിക്കാനാണ്. അതിനൊരു ബോധം വേണം. ഓരോന്ന് വലിഞ്ഞു കയറി വരും ആളെ മെനക്കെടുത്താൻ വേണ്ടി. എങ്ങനെ നന്നാവല് നാട്.